നിരന്തരമായി വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നു. നമുക്ക് രാജ്യത്തെ നിയമം അനുസരിച്ച് വർഗീയ പ്രചരണം നടത്തിയാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. കടുത്ത നിയമം അതിനെതിരുണ്ട്, ശിക്ഷ കൊടുക്കണമെന്നാണ്. എന്നാൽ ഒരു ആക്ഷനിലേക്കും കഴിഞ്ഞ 10 വർഷമായി ആ ഗവൺമെൻറ് പോയിട്ടില്ല. അന്നൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയില്ല, കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഞങ്ങളെപ്പോലെ യൂത്ത് ലീഗിൻ്റെ ആളുകളൊക്കെ അത് ശരിയല്ല, ഈ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്, രാജ്യത്ത് എന്ത് നിയമമാണോ, പ്രത്യേകിച്ച് നിയമം വേണമെന്നില്ല, ഉള്ള നിയമത്തിനനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭരണത്തിൽ വന്നിട്ടുണ്ട്, സ്വാഭാവികമായി അത് കൊടുക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 20-നാണ് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി കേസുകളും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ കൃത്യമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. നിലവിൽ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസുണ്ട്, അതോടൊപ്പം തന്നെ മഹേഷിൻ്റെ കൊലപാതക കേസുണ്ട്. എന്താണ് ശരിക്കും ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടത്? അല്ല, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് 2016 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 15 കോടിയുടെ ആരോപണം ഇതിൽ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാർ 10 വർഷമായി ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 20-ാം തീയതിക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് കൊടുക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 3 വർഷം മുമ്പ് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിയമ നടപടി അവർക്ക് സ്വീകരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ്. രാജ്യത്തെ നിയമത്തിന് അതീതനായി വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, നിരന്തരമായി വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നു. നമുക്ക് രാജ്യത്തെ നിയമം അനുസരിച്ച് വർഗീയ പ്രചരണം നടത്തിയാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. കടുത്ത നിയമം അതിനെതിരുണ്ട്, ശിക്ഷ കൊടുക്കണമെന്നാണ്. എന്നാൽ ഒരു ആക്ഷനിലേക്കും കഴിഞ്ഞ 10 വർഷമായി ആ ഗവൺമെൻറ് പോയിട്ടില്ല. അന്നൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയില്ല, കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഞങ്ങളെപ്പോലെ യൂത്ത് ലീഗിൻ്റെ ആളുകളൊക്കെ അത് ശരിയല്ല, ഈ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്, രാജ്യത്ത് എന്ത് നിയമമാണോ, പ്രത്യേകിച്ച് നിയമം വേണമെന്നില്ല, ഉള്ള നിയമത്തിനനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭരണത്തിൽ വന്നിട്ടുണ്ട്, സ്വാഭാവികമായി അത് കൊടുക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 20-നാണ് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, അന്തിമ റിപ്പോർട്ട് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ ഇപ്പോഴാണ് മഹേഷിൻ്റെ ഭാര്യ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് മറ്റു പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികം നമ്മൾക്കും ഇതിൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനെല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയുണ്ടായിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രസ്താവനകൾ വലിയ തോതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തതാണ്. UDF അടക്കം അതിനെ തള്ളിപ്പറയുകയും ചെയ്തതാണ്. പക്ഷെ അതിൽ ശരിക്കും നിയമ നടപടിക്ക് തന്നെ ശരിക്കും തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അന്ന് നമ്മളതൊക്കെ പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയനും CPM നേതാക്കന്മാരും അത് അത്ര ഗൗരവത്തിലിട്ടില്ല. ഇപ്പോൾ CPMൻ്റെ പാർട്ടി റിപ്പോർട്ടിങ്ങിൽ പോലും അത് തെറ്റായിപ്പോയി എന്ന് അന്ന് ശരിയായി ന്യായീകരിച്ച ആളുകൾ പോലും അന്ന് വെള്ളാപ്പള്ളിക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതാണ് കേരളീയ സമൂഹത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി LDFന് ഉണ്ടായത് എന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറയുന്നതാണ്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആവട്ടെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ എല്ലാ ആളുകളും, ഞങ്ങൾ ലീഗ് ആവട്ടെ, കോൺഗ്രസ്, എല്ലാവരും പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. അത് മാതൃകാപരമായ നടപടിയായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമോ പകപോക്കലോ അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ എന്ത് നിയമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റത്തിന് രാജ്യത്ത് നിലവിലുള്ളത്, ആ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നാണ് ശ്രീ രമേശ് ചെന്നിത്തലയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം അത് തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വലിയൊരു സാമുദായിക പ്രസ്ഥാനത്തിന് നേതാവായുണ്ടായിരിക്കും ഒരു പക്ഷേ സർക്കാരുകൾ ഒരു അമാന്തം കാണിക്കുന്നുണ്ടാവും. ഇതേ ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലെ ബഹുമാനിയായ ജഡ്ജി ചോദിച്ചിട്ടുള്ളത് ഈ കുറ്റവാളിയുടെ അല്ലെങ്കിൽ പ്രതിയായ വ്യക്തിയുടെ പേര് നോക്കിക്കൊണ്ടാണോ നിങ്ങൾ അന്വേഷണം നടത്തുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതിയിൽ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ടത് കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമാണ്. അദ്ദേഹം സമുദായ നേതാവാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ VM സുധീരൻ തന്നെ പറഞ്ഞു, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപരിപാലന സംഘത്തിൻ്റെ തലവനാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി കള്ള് കച്ചവടക്കാരനാണ്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പിന്നിൽ കേരളത്തിൽ ഈഴവ സമുദായം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈഴവ ഭൂരിപക്ഷ പ്രദേശങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിലല്ല എന്നുള്ളത് തെളിയില്ലേ. അദ്ദേഹം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ഒക്കെയാണ് സമുദായത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് സമുദായ നേതാവ് എന്നുള്ള നിലക്കല്ല, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്.